ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം. അപ്പൊ ദാ നമ്മുടെ രണ്ട് കുട്ടിക്കുറുമ്പികളെയും മുടി വെട്ടാനായിട്ട് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പൊ ഇവരെ സ്കൂളിൽ നിന്ന് വിളിച്ചതിന് ശേഷമാണ് കൊണ്ടുപോകുന്നത്. ഞങ്ങൾ പോകുന്നത് കുമാരപുരത്തുള്ള ഫെയറിലാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇങ്ങനെ വർക്കിംഗ് ഡേയിൽ കഷ്ടപ്പെട്ട് വിളിച്ചുകൊണ്ട് പോകുന്നത്, നിങ്ങൾക്ക് അവധി ദിവസം പോയാൽ പോരേന്ന്. ഫെയറിൽ പോയിട്ടുള്ളവർക്കറിയാം അവധി ദിവസമൊന്നും നമുക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റൂല. മണിക്കൂറുകളോളം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് മാതുക്കുട്ടിയെയും കൊണ്ട് വെയിറ്റ് ചെയ്യുന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. അത് പിന്നെ ഭയങ്കര ബഹളമൊക്കെ ആയിരിക്കും, ഒരിടത്ത് അടങ്ങിയിരിക്കൂല, ആകെ പ്രശ്നമാവും കേട്ടോ. നമ്മൾ പിന്നെ അല്ലെങ്കിൽ പിന്നെ വന്ന് എഴുതി ഇട്ടിട്ട് വീണ്ടും പോയിട്ട് അവർ വിളിക്കുന്നതനുസരിച്ചൊക്കെ വരണം, അതും മെനക്കേടാണ്. അപ്പൊ നിങ്ങളിൽ ചിലരെങ്കിലും വിചാരിക്കും മുടിക്ക് നല്ല നീളം ഉണ്ടല്ലോ, എന്തിനാണ് വെട്ടി ചെറുതാക്കണേന്ന്. അപ്പൊ അതിന് 3-4 കാരണങ്ങളുണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും മുടി, പൊന്നുൻ്റെത് കുഴപ്പമില്ല, പക്ഷെ മാധുവിന്റെ മുടിക്ക് ഉള്ളു കുറവാണ്. അപ്പൊ ഉള്ളു കുറവുള്ള മുടിക്ക് നമുക്ക് ഉള്ളു വെക്കാനായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മുടി ഒന്ന് മുറിച്ചു കൊടുത്താൽ അത് കുറച്ചുകൂടെ ഞെരുക്കത്തിൽ വളരും കേട്ടോ. അപ്പൊ അതൊരു കാരണമാണ്. പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ മാധു ഇപ്പൊ 2nd സ്റ്റാൻഡേർഡിലാണ്. ഇപ്പം മാധുവിന് ഇപ്പോഴേ മുടി 2 സൈഡിലും പിന്നി ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നത് രാവിലത്തെ ആ വെപ്രാളത്തിന്റെ ഇടയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പൊ ഇച്ചിരി നീളം വെച്ചപ്പോ തന്നെ ടീച്ചർ പറഞ്ഞു ഇനി മുടി 2 സൈഡ് കെട്ടിയാൽ പോരാ, പിന്നി തന്നെ ഇടണം എന്ന് പറയുകയും ചെയ്തു. അപ്പൊ പിന്നെ അത് അങ്ങനെയാണ് ഇപ്പൊ കൊണ്ടുപോകുന്നത്. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ് രാവിലെ അതിനും കൂടെ സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് എന്നെ കൊണ്ട് ഒട്ടും പറ്റുന്നില്ല കേട്ടോ. അപ്പൊ അതും ഒരു കാരണമാണ്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നമ്മൾ ആ സാധനം മുടി എന്നൊക്കെ പറയുന്നത് സൂക്ഷിക്കാവൂ. കാരണം നമ്മൾ അത്രയും സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ സ്മെല്ലായാലും മാത്രമല്ല മുടിയിൽ പെട്ടെന്ന് ഫംഗസും ഇൻഫെക്ഷനുകളും കാര്യങ്ങളും ഒക്കെ വരും കേട്ടോ. ഒരുപാട് മുടിയിൽ അത് മുടി പൊഴിച്ചിൽ, ഇപ്പൊ തന്നെ മാധുവിന് നല്ല രീതിയിൽ മുടി പൊഴിച്ചിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ താരൻ വരാൻ സാധ്യതയുണ്ട്. പേന്, സ്കൂളിൽ പോകുന്ന പിള്ളേരാകുമ്പോ എപ്പോഴും പേനിന്റെ ശല്യം ഉണ്ടാവുകയെ. അപ്പൊ മുടിക്ക് നീളവും കൂടെ ഉണ്ടെങ്കിൽ അത് കോതി എടുക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ പേനെന്ന് പറയുന്ന സാധനം അലർജിക്കാണ്. ഞാൻ 5-6 പേൻ ഒരുമിച്ച് കൊല്ലുമെന്നുണ്ടെങ്കിൽ പിന്നെ നോക്കേണ്ട കാര്യമില്ല, എന്റെ മുഖം എല്ലാം കൂടെ വീർത്ത് ഭയങ്കരമായിട്ട് അലർജിക്കാവും. അതുകൊണ്ട് എനിക്ക് അത് കോതി കൊടുക്കുക എന്ന് പറയുന്നതും പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമൊന്നും അല്ല. അപ്പൊ അതുകൊണ്ടൊക്കെ കൂടെയാണ് നമ്മൾ കൊണ്ടുവന്ന് മുടി അങ്ങ് വെട്ടിക്കളയാമെന്ന് കരുതിയത്. അപ്പൊ ഈ പിള്ളേരെ സംബന്ധിച്ച് ഇവർക്ക് മുടി നീട്ടി ഇടുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. മാധുവാണെങ്കിൽ, മാധുവിനെ സംബന്ധിച്ച് മാധുവിന് ഈ മുടി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കെട്ടി വെക്കാൻ പറയുക, അല്ലെങ്കിൽ നമ്മൾ പിടിച്ചിരുത്തി കെട്ടി വെച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നത് മാധുവിന് ഭയങ്കര ദേഷ്യം വരുന്ന കാര്യമാണ് കേട്ടോ. മാധുവിനെ സംബന്ധിച്ച് മാധുവിന് ഇങ്ങനെ മുടി വെറുതെ ചീകി ഒരു ബോയും വെച്ച് നടക്കുന്നതാണ് മാധുക്കുട്ടന് ഏറ്റവും ഇഷ്ടം. അപ്പൊ മാധുവും മുടി മുറിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്കും മാധു ഡബിൾ ഓക്കെ. പിന്നെയും ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്കൊരു മനസ്സ് മാറ്റമൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാടങ്ങ് ഷോർട്ട് ആക്കണ്ട, കുറച്ചൊന്ന് കിടക്കട്ട്, പാവം കൊച്ചിന് വളർന്നതല്ലേ എന്നൊക്കെ. പക്ഷെ മാധു ഒരു വിധത്തിൽ അവിടെ ഇരുന്ന് സമ്മതിച്ചില്ല. മാധു ഷോർട്ടാക്കി ഇപ്പം വെട്ടിയിരിക്കുന്ന അത്രയും ആക്കുന്നത് വരെ മാധു ഇങ്ങനെ മുടി വെട്ടാൻ നിന്ന് ആ പയ്യന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അങ്കിൾ ഇതുവരെ മതി എന്നും പറഞ്ഞുകൊണ്ടിരുന്ന കേട്ടോ. അപ്പൊ ഫെയറിൽ പോയി കഴിഞ്ഞാൽ ഈ മാധുവിന് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ മുടി വെട്ടാൻ ചെല്ലുമ്പം നിങ്ങൾ കണ്ടില്ലേ, അതേപോലെ അവർ ഹെയർ വാഷ് ഒക്കെ ചെയ്തിട്ടല്ലേ മുടി വെട്ടണം. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരുവിധം എല്ലാ സലൂണുകളിലും അങ്ങനെയാണെന്ന് തോന്നുന്നു. ഹെയർ വാഷും കൂടെ നമ്മുടെ ഹെയർ കട്ടിങ്ങിന്റെ ഭാഗമായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഇവിടെ എസ്തേവയിലും ഒക്കെ അങ്ങനെ തന്നെയാണ്, ഫെയറിലും അങ്ങനെയാണ്. അപ്പൊ മാധു പറയുന്നുണ്ടായിരുന്നു, അമ്മ നമുക്ക് വീട്ടിലും ഇതുപോലൊരു ബെഡ് വാങ്ങണം, അപ്പൊ ബെഡും വാഷ് ബേസിനും കൂടെ ഉള്ളത് വാങ്ങണം, അപ്പൊ നമുക്ക് അതിൽ കയറി ഇരുന്നാൽ മതിയല്ലോ എന്ന്. അപ്പൊ അങ്ങനെ പറഞ്ഞത് ആ മാധുവിന്റെ മുടി സെറ്റ് ആക്കി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ മാധുവിന് ഇപ്പുറത്തെ ജെൻസിന്റെ സെക്ഷനിലാണ് കേട്ടോ ഹെയർ കട്ട് ചെയ്യുന്നത്, കൊച്ചുകുട്ടികൾക്ക് അവിടെയാണ്. പിന്നെ പൊന്നുവിന് ഇതേ ഇപ്പുറത്തെ സൈഡിൽ വലിയ കുട്ടികളുടെ അവിടെയാണ്. അപ്പൊ പൊന്നും പറയുന്നുണ്ടായിരുന്നു പൊന്നുവിനും നല്ല ഷോർട്ട് ആക്കണം, പൊന്നുവിനെ കൊണ്ട് ഇത്രയും ലെങ്തി ആയിട്ടുള്ള മുടി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ ഞാനും ഓർത്തു, ആദ്യം എനിക്ക് അത്ര യോജിപ്പില്ലായിരുന്നു കേട്ടോ ഇത്രയും ചെറുതാക്കുന്നതിനോട്. പിന്നെ ഞാനും ഓർത്തു എന്തിനാണ് വെറുതെ, ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് അവർ പഠിക്കേണ്ട സമയമാണ്, അല്ലാതെ ഫാഷനും കാണിച്ചുകൊണ്ട് നടക്കേണ്ട അല്ലെങ്കിൽ വേറെയുള്ള ബ്യൂട്ടിക്ക് വേണ്ടിയിട്ടൊക്കെ സമയം കളയുന്ന ആ ഒരു
പ്രായമല്ലല്ലോ. അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ നടക്കട്ടെ. കാരണം മുടിയൊക്കെ നമ്മൾ നീട്ടി വളർത്തുമ്പോൾ അതനുസരിച്ച് നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സമയവും വേണം. അപ്പൊ എന്തായാലും ഇവരെ സംബന്ധിച്ച് ആ സമയം ഇല്ല. അപ്പൊ പിന്നെ ഞാനും വിചാരിച്ചപ്പോ ഇവരുടെ അച്ഛനും പറഞ്ഞു, ശിവചേട്ടനും പറഞ്ഞു, വേണ്ട അവക്ക് ഷോർട്ട് ആക്കി കൊടുത്താൽ മതി, ചുമ്മാ മുടിയിലും പിടിച്ചോണ്ടിരിക്കുകയൊന്നും വേണ്ട, പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവള് തനിയെ അവളുടെ കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന, ഫുള്ളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ടൈം എത്തുമ്പോൾ അവക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവൾ വളർത്തട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാനും വിചാരിച്ചു ശരിയാണ്, ഇനിയിപ്പം പഠിത്തം കുറച്ചും കൂടെ സീരിയസ് ആവാൻ തുടങ്ങുന്ന ഒരു സമയം കൂടെ ആണല്ലോ. ഇപ്പൊ 7th-ലാണ്, ഇനിയിപ്പൊ 8th, 9th, 10th നല്ല സീരിയസ് ആയിട്ടൊക്കെ പഠിത്തത്തിലോട്ടൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ മുടി ഒരു വില്ലനായി പോയി, അമ്മയ്ക്ക് വേണ്ടി മുടി വളർത്തിയിട്ടാണ് എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങള് കണ്ടല്ലോ, മാതുകുട്ടി അതിനിടയ്ക്ക് ചേച്ചിയുടെ അവിടെ ചെന്നിരുന്ന അലുമ്പി മുടിയെല്ലാം അവര് സെറ്റ് ചെയ്ത് കൊടുത്ത് ഇതിന്ന് കുളമാക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ എങ്കിലും നമ്മളൊരു വിധമൊക്കെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് രണ്ടുപേരുടെയും പുതിയ സ്റ്റൈല്. അപ്പൊ എങ്ങനെയുണ്ട് രണ്ടുപേരും മുടി വെട്ടിയിട്ട്, കൊള്ളാമോ കൊള്ളൂലേ എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. അപ്പൊ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.